വിവാഹനിശ്ചയത്തിനുശേഷം തനിനിറം കാണിച്ച കാമുകിയുമായി പിരിഞ്ഞതിൽ ഞാൻ തെറ്റുകാരനോ? 2 വർഷത്തെ പ്രണയത്തിനുശേഷം ഏകദേശം 1 മാസം മുമ്പ് ആയിരുന്നു എന്റെയും കാമുകി അഞ്ജലിയുടെയും വിവാഹനിശ്ചയം. നിശ്ചയം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവളുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടുതുടങ്ങി. ഞാൻ ടൗണിൽ എന്റെ ജോലി സ്ഥലത്തിനടുത്ത് ഒരു ഫ്ലാറ്റിൽ റൂംമേറ്റുമായാണ് താമസം. അഞ്ജലിയുടെ കയ്യിലും ഫ്ലാറ്റിന്റെ ഒരു താക്കോലുണ്ട്. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ മുമ്പ് കണ്ടിട്ടില്ലാത്ത 6 സ്ത്രീകളെ അവൾ അടുത്ത സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞു പരിചയപ്പെടുത്തി. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയ അന്നയും രേവതിയും ആ കൂട്ടത്തിലില്ലായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് അവരെ ഇതുവരെ എന്നെ പരിചയപ്പെടുത്താതിരുന്നത് എന്ന് ഞാൻ ആശ്ചര്യത്തോടെ ചോദിച്ചപ്പോൾ എന്റെ കാര്യത്തിൽ ഉറപ്പുവരുത്തിയിട്ട് പരിചയപ്പെടുത്താൻ ഇരുന്നതാണ് എന്നായിരുന്നു വിചിത്രമായ മറുപടി. അതിനുപുറമെ 2 ആഴ്ചത്തേക്ക് ഞാൻ വാങ്ങി വെച്ചിരുന്ന ഭക്ഷണസാധനങ്ങളും വീട്ടിലുണ്ടായിരുന്ന വൈൻ കുപ്പികളും പൂർണ്ണമായും കാലിയാക്കി. ജോലിയുള്ള ദിവസങ്ങളിൽ ഇത്രയും പേരെ വീട്ടിലേക്ക് ക്ഷണിക്കരുതെന്ന് ഞാൻ അവളോട് പറഞ്ഞെങ്കിലും അവളത് അവഗണിച്ചു. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് ഉള്ളിൽ തന്നെ അവൾ ഒരുപാട് തവണ പുതിയ ഫ്രണ്ട്സുമായി ചുറ്റിക്കറങ്ങി. എന്നോട് അനുവാദം ചോദിക്കാതെ ഫ്ലാറ്റിൽ 2 തവണ അവരെ കൊണ്ടുവന്നു. വരുമ്പോൾ മര്യാദയോടെ പെരുമാറിയില്ലെങ്കിൽ എന്റെ സാധനങ്ങൾ ഞാൻ പൂട്ടി വയ്ക്കും എന്ന് അവൾക്കു മുന്നറിയിപ്പ് നൽകി. അതോടെ എനിക്ക് അവരെ അടുത്തറിയാത്തതിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അവൾ അവരോടൊപ്പം ഒരു ഡിന്നറിന് ഒരു ഫാൻസി റെസ്റ്റോറന്റിലേക്ക് എന്നെ ക്ഷണിച്ചു. അവർ 6 പേരും എന്റെ ജീവിതം, ജോലി, വീട്, സാമ്പത്തികം എന്നിവയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു. അവരിൽ ഒരാൾ ഒരേ സമയം പല കാമുകന്മാർ ഉണ്ടാകുന്നതിനെപ്പറ്റിയും പഴയ കാമുകന്മാരുമായി സൗഹൃദം നിലനിർത്തുന്നതിനെപ്പറ്റിയും സംസാരിച്ചു. പക്ഷേ ഇതിനോട് എതിർപ്പിന് പകരം യോജിപ്പുള്ള പോലത്തെ മറുപടിയാണ് അവൾ കൊടുത്തത്. 1 മാസം മുൻപ് വരെ അവൾ ഇതിനോടൊക്കെ എതിർപ്പുള്ള ആളായിരുന്നു. അവസാനം ബിൽ എത്തിയപ്പോൾ അഞ്ജലി അത് എന്റെ നേരെ നീട്ടിയിട്ട് ഒരുമിച്ച് അടയ്ക്കാം എന്നു പറഞ്ഞു. അവൾ സീരിയസ് ആണോ എന്ന് ഞാൻ അവളോട് ചോദിച്ചു. അതിനുശേഷം അവൾ എന്നെ ടോക്സിക് എന്ന് വിളിച്ചു. പക്ഷേ ഞാൻ സത്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അവളുടെ ജോലി സമ്മർദ്ദം മൂലമാണ് ഇങ്ങനെ പെരുമാറിയത് എന്ന് പറഞ്ഞവൾ അതിൽ നിന്ന് ഒഴിഞ്ഞുമാറി. എനിക്ക് ഇനി വിവാഹത്തിൽ താൽപ്പര്യമില്ല എന്ന് ഞാൻ അവളോട് പറഞ്ഞപ്പോൾ അവൾ എന്നോട് മാപ്പ് ചോദിക്കുകയും ഞാൻ അവളോട് ക്ഷമിക്കാൻ തയ്യാറാവുകയും ചെയ്തു. എന്നാൽ അടുത്ത ദിവസം തന്നെ അതിലും മോശം സംഭവമുണ്ടായി. എന്റെ അനുവാദമില്ലാതെ അവർ വീണ്ടും ഫ്ലാറ്റിൽ വരികയും എന്റെ സ്പീക്കർ സിസ്റ്റം എടുത്തുകൊണ്ടു പോവുകയും ചെയ്തു എന്ന് എന്റെ റൂംമേറ്റ് ജോലിക്കിടയിൽ എന്നെ വിളിച്ച് അറിയിച്ചു. ഞാൻ അഞ്ജലിയെ വിളിച്ച് തിരികെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൾ പറഞ്ഞു, നിനക്ക് ഓർമ്മയില്ലേ എന്റെ ഫ്രണ്ടിന് ഇത് കൊടുക്കാം എന്ന് പറഞ്ഞത്? അത് ആർക്കും കൊടുക്കുന്ന കാര്യം ഞാൻ ചിന്തിച്ചിട്ടു പോലുമില്ല. അത് വില കൂടിയ സാധനമായതിനാൽ 1 മണിക്കൂറിനകം തിരികെ വെച്ചില്ലെങ്കിൽ മോഷണത്തിന് ഞാൻ പരാതി നൽകുമെന്ന് അവളെ അറിയിച്ചു. അതോടെ 45 മിനിറ്റിനകം അവർ സാധനം തിരികെ എത്തിച്ചു. പക്ഷേ അത് മുറിയിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത്. അതോടെ ഞാൻ അവളോട് എൻഗേജ്മെന്റ് റിങ്ങും ഫ്ലാറ്റിന്റെ കീയും തിരികെ തരാനും ഫ്ലാറ്റിൽ നിന്ന് പുറത്തു പോകാനും ആവശ്യപ്പെട്ടു. അവൾ കരഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങി. അവൾ എന്നെ ടോക്സിക് എന്ന് വിളിക്കുകയും അവളുടെ സുഹൃത്തുക്കൾ നീയൊരു ആണല്ല എന്നൊക്കെ അധിക്ഷേപിക്കുകയും ചെയ്തു. ഞങ്ങളെ 2 പേരെയും